ഒന്ന് ആലപ്പുഴയിൽ നിന്നാണ്. കള്ളനോട്ടുമായി ഒരു കൃഷി ഓഫീസർ പിടിയിലായ സംഭവം. ഈ സംഭവത്തിൽ അതിൻ്റെ തുടർ വാർത്തകളിലും വരുന്നു എന്നതാണ് പുതിയ സാഹചര്യം. എടത്ത കൃഷി ഓഫീസർ എം ജിഷമോൾക്ക് പണം കൈമാറിയത് മലപ്പുറം സ്വദേശിയാണെന്നാണ് വിവരം. ഈ വിഷയത്തിൽ എന്തായാലും ഇന്നത്തെ തുടർ വാർത്തകൾ ഉണ്ടാവുന്നു. ശരണ്യ സ്നേഹജൻ നമുക്കൊപ്പം ചേരുകയാണ്. ശരണ്യ, വെരി ഗുഡ് മോർണിംഗ്. എന്തായാലും ഇന്നലെ പുറത്തു വന്നത് ഏറെ ഞെട്ടിക്കുന്ന സംഭവമാണ്. ഒരു സർക്കാർ ഉദ്യോഗസ്ഥയാണ്, വളരെ പ്രധാനപ്പെട്ട ചുമതലയിരിക്കുന്ന ഒരു സർക്കാർ ഉദ്യോഗസ്ഥയാണ് ഇത്തരം കള്ളനോട്ട് കൈകാര്യം ചെയ്തത്. ഇതിന്റെ തുടർ അന്വേഷണത്തിലേക്ക് അത് കടക്കുമ്പോൾ അന്വേഷണ സംഘത്തിന് ലഭിക്കുന്ന വിവരം എങ്ങനെയാണ്? ഇന്ന് എന്ത് നീക്കമാണ് ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാവുക? ശരണ്യ. സജിത്ത്, അതീവ നിഗൂഢത നിറഞ്ഞ ഒരു കേസ് എന്ന് നമുക്കിതിനെ പറയേണ്ടിയിരിക്കുന്നു. കാരണം ഒരു സർക്കാർ ഉദ്യോഗസ്ഥയുടെ ഭാഗത്ത് നിന്നാണ് ഇത്തരത്തിലൊരു കള്ളനോട്ട് കൈകാര്യം ചെയ്യുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ വന്നത്. ഇന്നലെ തന്നെ ഈ കേസിനകത്ത് ഇപ്പോൾ ഏറ്റവും പുതുതായി പുറത്തു വരുന്ന വിവരം, ഈ ജിഷമോൾ എന്ന കൃഷി ഓഫീസർ, എടത്തുവയിലെ കൃഷി ഓഫീസർ മാനസിക അസ്വാസ്ഥ്യം പ്രകടിപ്പിക്കുന്നു എന്നുള്ളതാണ്. അത് അഭിഭാഷകരുടെ നിർദ്ദേശപ്രകാരമാണോ എന്ന് പോലീസ് സംശയിക്കുന്നുണ്ട്. പക്ഷേ കോടതിയിലേക്ക് എത്തിച്ചപ്പോൾ തനിക്ക് മാനസികമായ പ്രശ്നങ്ങൾ ഉണ്ട് എന്നും താൻ നേരത്തെ ചികിത്സയിലായിരുന്നു എന്നും അടക്കമുള്ള കാര്യങ്ങൾ ജിഷ ധരിപ്പിക്കുന്നു. തുടർന്ന് ജിഷയെ മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് മാറ്റാനുള്ള നിർദ്ദേശമാണ് കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. ഈ കേസിനകത്ത് ജിഷ പിടിക്കപ്പെടുന്നത് തന്നെ വീട്ടിൽ ജോലിക്ക് വന്ന ഒരാൾക്ക് കള്ളനോട്ടുകൾ സാധനം വാങ്ങുന്നതിനായി നൽകിയതിനെ തുടർന്നാണ്. ഇയാൾ ഈ കള്ളനോട്ടുകളുമായി മറ്റൊരു സ്ഥാപനത്തിലേക്ക് എത്തുകയും അവിടെ നിന്നും ഈ സാധനങ്ങൾ വാങ്ങുകയും ചെയ്തു. ആ വ്യക്തി, ആ കടയുടമ, ഈ നോട്ടുകളും ബാങ്കിൽ കളക്ഷനായി നൽകിയപ്പോഴാണ് ഇത് കള്ളനോട്ടുകളാണ് തിരിച്ചറിയുകയും ആലപ്പുഴ നഗരത്തിൽ ഉള്ള ആ കടയിൽ കേന്ദ്രീകരിച്ച് ആലപ്പുഴ സൗത്ത് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തത്. എന്തായാലും ഇപ്പോൾ ഏറ്റവും ഒടുവിലായി കോടതി പറഞ്ഞിരിക്കുന്നത് ജിഷയെ മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് മാറ്റുക, അത് മാത്രമല്ല ഒരാഴ്ച നിരീക്ഷിക്കുക എന്നുള്ള നിർദ്ദേശവും കൊടുത്തിട്ടുണ്ട്. അവരുടെ മാനസികാരോഗ്യ വിദഗ്ധരുടെ നിരീക്ഷണത്തിൽ പ്രത്യേക സെല്ലിൽ പാർപ്പിക്കുകയും ചെയ്യുമെന്നാണ്. എന്തായാലും പോലീസ് ഇന്നലെ ജിഷയെ ചോദ്യം ചെയ്തപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് പല ആളുകളുടെ പേരുകൾ ജിഷ പറഞ്ഞെങ്കിലും അതിൽ ആർക്കും തന്നെ, ഈ പറഞ്ഞ ആളുകൾ പലർക്കും ജിഷയുമായി ഈ കള്ളനോട്ട് കേസിൽ ബന്ധമില്ലെന്ന് പോലീസ് സ്ഥിരീകരിക്കുന്നു. അങ്ങനെ പല തവണയായി പോലീസ് ടെസ്റ്റ് ചെയ്യുന്ന രീതിയിലാണ് ജിഷ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത്. മാത്രമല്ല ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഒരു മലപ്പുറം സ്വദേശികളിലേക്കും ആണ് എത്തിയിരിക്കുന്നത്. ഇവരിൽ 2-3 പേർക്ക് ഈ കള്ളനോട്ട് കേസുമായി ബന്ധമുണ്ടെന്നുള്ള ഒരു കണ്ടെത്തലിലേക്ക് പോലീസ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർക്ക് പിന്നെ ഒരു റാക്കറ്റ് ഉണ്ടോ എന്നുള്ള സംശയം പോലീസിന് ഉണ്ട്. ഈ ആളുകൾ ഏറ്റവും ഒടുവിലായി പോലീസ് സ്ഥിരീകരിച്ച ആളുകൾക്കായുള്ള തിരച്ചിൽ നടത്തുകയാണ്. ഇപ്പൊ ഇവരെല്ലാം തന്നെ ഒളിവിലാണ്. അങ്ങനെ പല രീതിയിൽ പോലീസിനെ ടെസ്റ്റ് ചെയ്യാനായി ജിഷയ്ക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. ഈ മാനസിക പ്രശ്നം ഉണ്ട് എന്നുള്ളതിന്റെ സ്ഥിരീകരണത്തെ സംബന്ധിച്ച് ഇനിയിപ്പോൾ മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് പ്രവേശിപ്പിച്ച ശേഷം ആ ഒരാഴ്ച നിരീക്ഷണത്തിന് ശേഷം മാത്രമേ പറയാൻ കഴിയൂ. പക്ഷെ അപ്പോഴും പോലീസ് ബലമായി സംശയിക്കുന്നത് അഭിഭാഷകർ ഈ കാര്യങ്ങൾ പുറത്തു വരാതിരിക്കാൻ അഭിഭാഷകരുടെ നിർദ്ദേശാനുസരണം ഉള്ള നീക്കമാണോ എന്നുള്ളതാണ്. എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ കുട്ടനാട്ടിലെ എടത്തുവ പോലെയുള്ള ഒരു വില്ലേജ് ഓഫീസിൽ കൃഷി ഓഫീസറാണ് ഈ ജിഷ. അത്തരത്തിലൊരു സർക്കാർ ഉദ്യോഗസ്ഥ എങ്ങനെയാണ് ഇത്തരം കള്ളനോട്ടുകൾ കൈകാര്യം ചെയ്തത് എന്നുള്ളത് വലിയ ഞെട്ടിക്കുന്ന കാര്യം തന്നെയായിരുന്നു. മാത്രമല്ല ആദ്യഘട്ടത്തിൽ ചോദ്യം ചെയ്യലിൽ ജിഷ ഈ നോട്ടുകൾ കൈകാര്യം ചെയ്തത് താനല്ല, തനിക്ക് അറിയില്ലായിരുന്നു എന്ന് ഉറച്ച നിലപാടിൽ തന്നെ നിന്നു. പിന്നീട് ഒരുപാട് ചോദ്യം ചെയ്തതിനു ശേഷമാണ് തനിക്ക് അറിയാമായിരുന്നു, താൻ ഈ നോട്ടുകൾ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നൽകിയതെന്ന് പോലീസിനോട് സ്ഥിരീകരിച്ചത്. അങ്ങനെ ഈ കേസിനകത്ത് പോലീസ് കൂടുതൽ കാര്യങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വിവരങ്ങൾ പുറത്തുവിടാതിരിക്കാൻ അന്വേഷണ സംഘം ശ്രമിക്കുന്നുണ്ട്. കാരണം കൂടുതൽ കണ്ണികൾ ഉണ്ടോ എന്നുള്ള സംശയമുണ്ട്. എന്തായാലും ഈ ജിഷ സർക്കാർ ഉദ്യോഗസ്ഥ മാത്രമല്ല, ഇവര് മോഡലും കൂടെയാണ്. മോഡലിംഗിനും രംഗത്തും ഇവർ സജീവമാണ്. അതുകൊണ്ട് തന്നെ ഓഫീസിൽ നമ്മൾ അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് പലപ്പോഴും ലീവ് എടുത്ത് ദീർഘമായ അവധികൾ എടുത്ത് പോകാറുണ്ട്. അത് ഉദ്യോഗസ്ഥർക്ക് തന്നെ വലിയ തലവേദന ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും ആലപ്പുഴ കളരിക്കൽ കുട്ടിയുമായി വാടക വീട്ടിലാണ് താമസിക്കുന്നത്. ആലപ്പുഴ സ്വദേശി തന്നെയാണ്. സ്വന്തം വീട് ഇവിടെയാണെങ്കിലും വാടക വീട്ടിലാണ് ജിഷ ഇപ്പോൾ കുട്ടിയുമായി ഉണ്ടായിരുന്നത്. ഈ കേസിനകത്ത് എന്തായാലും മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് മാറ്റുന്ന ഒരു സാഹചര്യം ഉള്ളതുകൊണ്ട് തന്നെ പോലീസിന് കൂടുതലായി ജിഷയെ ചോദ്യം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അതൊരു തിരിച്ചടിയായി നിൽക്കുന്നുണ്ട്. കാരണം കൂടുതൽ ചോദ്യം ചെയ്ത് കാര്യങ്ങൾ എടുക്കാനോ കസ്റ്റഡിയിൽ എടുക്കാനോ ഒന്നും കഴിയാത്തൊരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. എന്തായാലും ഈ കേസിൽ വരും ദിവസങ്ങളിൽ കൂടുതൽ കാര്യങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. സജിത്.